ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനം. മനസ്സിനെ മതിക്കുന്ന കാര്യങ്ങളാണല്ലോ പെട്ടെന്ന് സംസാരിക്കാനിടയാകുക. ഇക്കഴിഞ്ഞ ദിവസവും മനസ്സിനെ ഭാരപ്പെടുത്തിയൊരു ചിന്ത വീണ്ടും കടന്നു. മറ്റുള്ളവരുമായുള്ള സംസർഗത്തിൽ അവർ അനുഭവിക്കുന്ന വേദനകളും ഞെരുക്കങ്ങളും നിരാശകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയവും അസ്വസ്ഥമാവും. വലിയ പ്രതീക്ഷയോടെയൊക്കെ ജീവിതം ആരംഭിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങും എത്താതായി പോകുന്നതിൻ്റെ, ജീവിതം നിരന്തരം അലച്ചിലായി പോകുന്നതിൻ്റെ അസ്വസ്ഥതകൾ പങ്കുവയ്ക്കുമ്പോൾ അവരെ തള്ളിക്കളയാനോ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണാനോ കഴിയില്ല. പലതരത്തിലുള്ള വൈഷമ്യങ്ങളാണ് യുവത്വം നേരിടുന്നത്. രാഷ്ട്രീയമായി പരിഹാരം വേണ്ട പല കാര്യങ്ങളുണ്ട്. തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ, സാമൂഹ്യമായ അസ്ഥിരതകൾ, ചുറ്റുപാടുകൾ വെച്ച് നീട്ടുന്ന വിവേചനത്തിലെ നിരവധിയായ ഭാരങ്ങൾ, അവയൊക്കെ ചുമക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതേസമയം തന്നെ സ്വതന്ത്രാഭിപ്രായം പറയുമ്പോൾ അവർ നിഷേധികളായും എണ്ണപ്പെടും. ജീവിതത്തെ മുഖാമുഖം കാണുന്ന ഏറ്റവും തീക്ഷ്ണമായ സമയമാണ് യൗവനത്തിൻ്റെത്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ജീവിതത്തോട് മല്ലടിക്കാനും അവർ നിരന്തരം പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആരും അവരെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്ത പലപ്പോഴും യുവതി യുവാക്കളെ ഭാരപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കൾ അവരുടെ കണ്ണിലൂടെ, ജീവിത വീക്ഷണത്തിലൂടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരുടെ ജീവിതം നല്ലതായി ഒരുപക്ഷെ അവർക്ക് തോന്നണമെന്നില്ല. യുവത്വത്തെക്കുറിച്ച് എപ്പോഴും തലനരച്ചവർക്കുള്ള അഭിപ്രായം അവർ നിഷേധികളാണെന്നും മോശപ്പെട്ടവരാണെന്നും ഒരു വകയ്ക്ക് കൊള്ളില്ലെന്നാണ്. എന്നെ സംബന്ധിച്ച് യുവതി യുവാക്കളെക്കുറിച്ചുള്ള ധാരണ തികച്ചും വ്യത്യസ്തമാണ്. സ്വതന്ത്രമായ അഭിപ്രായമുള്ള, ആധുനികമായ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന, വിവേചനങ്ങളെയും അനീതികളെയും ഒക്കെ എതിർക്കുന്ന മനസ്സുള്ളവരാണ് നമ്മുടെ യുവതി യുവാക്കൾ. പഴയ കെട്ടുകളിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുന്നത് മോശപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിശ്വാസത്തിന്റെ മൂല്യച്യുതികൾ അവർ ചോദ്യം ചെയ്യും. പരമ്പരാഗത രീതികളെക്കുറിച്ച് അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളിലെ അപജയങ്ങളെ അവർ സൂക്ഷ്മതയോടെ തുറന്നു കാട്ടും. അതൊക്കെ നിഷേധിക്കാൻ അവർക്ക് കരുത്തുണ്ടാവും. ഇതെന്നും ചെറുപ്പക്കാർക്കുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഒരു 50 വർഷം മുമ്പുള്ള ജീവിത ചുറ്റുപാടിലല്ല യുവതി യുവാക്കൾ. പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷതരമായിട്ടുണ്ട്. മൂല്യം പണത്തിനായി മാറിയതിന്റെ വൈഷമ്യങ്ങൾ അവർ നേരിടുന്നുണ്ട്. വിദ്യ അഭ്യസിച്ചിട്ടും തൊഴിൽ അറിയാമായിരുന്നിട്ടും തൊഴിലിടങ്ങളില്ലാതെ പോകുന്നതിന്റെ വൈഷമ്യങ്ങൾ, ഒപ്പം തന്നെ ചുറ്റുപാടുകൾ വെച്ച് നീട്ടുന്ന പലതരം ഭാരങ്ങൾ അവരുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥതയിലും നിഴലിലുമാക്കി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ചെറുപ്പക്കാരൻ ഒരു തൊഴിലുള്ളയാളാണ്. പക്ഷേ അദ്ദേഹം സ്ഥിരവേതനമുള്ള, അതായത് സർക്കാർ ജോലിയോ ഏതെങ്കിലും തരത്തിൽ ഉന്നതമായ വൈറ്റ് കോളർ ജോബോ ഉള്ള ആളല്ല. സാധാരണഗതിയിൽ കുടുംബാന്തരീക്ഷത്തിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു പ്രായമുണ്ട് യുവത്വത്തിൻ്റെത്. വേണ്ടും വിധം പ്രവർത്തിക്കുന്നില്ല, ഒരു ജോലി നോക്കുന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുത്താൻ മാതാപിതാക്കൾ എപ്പോഴും തയ്യാറാകും. എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ അഭിലാഷമെന്നോ എങ്ങനെയാണ് ജീവിതം കരിപ്പിടിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നതെന്നോ ഒന്നും ആരും ചോദിക്കാറില്ല. പകരം അവരുടെ കഴിവ് കുറവിനെക്കുറിച്ച്, മത്സരത്തിൽ അവർ ജയിക്കാത്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും പലപ്പോഴും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുകയാണ് മാതാപിതാക്കൾ ചെയ്യുക. ഇതും ഒരു കടുത്ത ഭാരമായി കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നുണ്ട്. കണ്ട ചെറുപ്പക്കാരൻ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. കാര്യം എനിക്കറിയാവുന്നതാണ്. 35-ലധികം പ്രായമായി, ഇതുവരെ വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കാത്തതിന് പ്രധാനപ്പെട്ടൊരു കാര്യമായി അവന്റെ മുൻപിലുള്ളത് അവന്റെ തൊഴിലാണ്. അവനറിയാവുന്നത് പ്ലംബിംഗ് ആണ്. ആ ജോലി അവൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്ലംബറെ ആർക്കും വേണ്ട. എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു സ്ഥിര വരുമാനമുള്ള, സാമ്പത്തികമായി ഉയർന്ന ഒരു പങ്കാളിയാണ്. കാണാൻ പോയിടത്തൊക്കെ അവഗണിക്കപ്പെട്ടു. പറയുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള തൊഴിലുള്ളവർ വേണ്ട. ഇത് കേവലം പ്രാർത്ഥന കൊണ്ട് നേരിടാവുന്ന ഒരു കാര്യമല്ല. രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടെ ഭരണാധികാരികൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിൽ വ്യക്തി എന്ന നിലയ്ക്ക് ഒരാൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയൂ. ആ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥതയാണ് ഈ ചെറുപ്പക്കാരനും പേറുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് വിവാഹം എന്നത് പാരസ്പര്യത്തിൽ ജീവിക്കാനുള്ള ഒരു ശേഷിയെ വെളിപ്പെടുത്തുന്നതാണ്. ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എല്ലാ മനുഷ്യനും ബന്ധങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറയും. ഒറ്റ തിരിഞ്ഞ് ജീവിക്കാൻ സാധ്യമല്ല.
സൃഷ്ടിയിൽ തന്നെ ദൈവം തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരാൾക്കും അയാളിൽ തന്നെ അനുഭവിക്കാൻ കഴിയില്ല, മറ്റുള്ളവരിലാണ് അനുഭവിക്കാൻ കഴിയുക. യുവത്വത്തിൽ പ്രത്യേകിച്ചും അപരത്വത്തെ തേടുക, തന്റെ ഭാഗത്തെ കണ്ടെത്തുക എന്നൊരു കാര്യം അനിവാര്യമായതും അത്യാവശ്യമായതുമായി അവരുടെ മുമ്പിൽ വരും. പൊതുബോധം നിലനിർത്തുന്ന മൂല്യം സമ്പത്തിൽ കേന്ദ്രീകരിച്ചായതുകൊണ്ട് സാമ്പത്തിക ശേഷി ജീവിതത്തിന് പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ബോധ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉയർച്ചയില്ലാത്തവർ അവഗണിക്കപ്പെടുക സ്വാഭാവികം. അവിടെ പ്രാർത്ഥനയേക്കാൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരം നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതും തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂട ഭീകരതയുടെ മുഖം നമുക്കിവിടെ കാണാം. ഒരു പരിധിവരെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ദുരുന്മേഷരും മയക്കുമരുന്നുകളിലേക്കൊക്കെ തിരിയുന്നവരുമായി മാറിപ്പോകുന്നത് ഇത്തരം സാഹചര്യത്തിലാണ്. അതേസമയം തന്നെ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് എപ്പോഴും യുവത്വം നേരിടുക. അത് ഇന്ന് മാത്രമുള്ള കാര്യമൊന്നുമല്ല. എന്നും തലനരച്ചവർക്ക് യുവതി യുവാക്കളെ കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഇവരൊക്കെ വഴിവിട്ടവരാണ് എന്ന് ഇന്നുണ്ടാവും. ആനുകാലിക ലോകത്തോട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും വ്യവസ്ഥിതിയുടെ എല്ലാത്തരം പോരായ്മകളെ കുറിച്ച് നിഷേധഭാവത്തോടെ പ്രവർത്തിക്കാനും അവർക്ക് പ്രേരണയുണ്ടാകും. ആ പ്രേരണയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക. അത് തിരിച്ചറിയാത്തത് കൊണ്ട് മാതാപിതാക്കളായവരും തലനരിച്ചവരും ഒക്കെ എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതൊരു അർത്ഥമുള്ള കാര്യമല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. അത് വിവാഹത്തെക്കുറിച്ചാണ്. വിവാഹബന്ധമാണോ പരമപ്രധാനം എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. പക്ഷേ യുവതി യുവാക്കൾ നേരിടുന്നൊരു വെല്ലുവിളി ബന്ധങ്ങളിൽ പുരോഗമിക്കാൻ പറ്റാത്തതാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സാമ്പത്തികവും നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ വിവേചനപൂർണമായ പ്രവൃത്തികളും ഒക്കെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അവയാണ് വിവാഹത്തിലും ഇടപെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് സാമ്പത്തികവും തൊഴിലും വിവാഹത്തിനൊരു തടസ്സമായി നിൽക്കുന്നത്. വിവാഹ തടസ്സം നീങ്ങാനായി പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകൾ വിവാഹ തടസ്സം ഉണ്ടാക്കുന്ന ഒരു പിശാചാണ് എന്ന് പറഞ്ഞ് ഒഴിയാറാണ് പതിവ്. അല്ലെങ്കിൽ പൈശാചികമായ തിന്മയ്ക്ക് എതിരായി പ്രാർത്ഥിക്കാം എന്ന് സ്വാഭാവികമായി കരുതപ്പെടും. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഭാവം ബന്ധങ്ങളിലാണെന്ന് പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുവചനങ്ങളിൽ ആരംഭിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 7-ഉം 9-ഉം തിരുവചനങ്ങൾ ചെന്നെത്തുന്ന ഒരു വിവാഹത്തിന്റെ ദീർഘമായ അനുഭവതലം വിശുദ്ധ ഗ്രന്ഥം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിലാണ് വിവാഹത്തിന്റെ പൂർണ്ണത. ദൈവമനുഷ്യ ബന്ധത്തെ ഏറ്റവും അനുഭവതരമാക്കുന്ന ഒന്നാണ് പാരസ്പര്യം. രണ്ടുപേർ തമ്മിലുള്ള ബന്ധം. വ്യക്തിയായി നിലനിൽക്കുന്ന ഒരാൾ അയാളെ തന്നെ അനുഭവിക്കുന്നതും തിരിച്ചറിയുന്നതും അപരത്വത്തിലാണ്. ഇങ്ങനെ രണ്ടുപേർ തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുന്ന ഒരു വേദി ഉണ്ടാകണം, പരസ്പരം നൽകുന്ന ഒരു വേദി ഉണ്ടാകണം. ഈ സ്വയംദാന ശേഷിയുടെ പ്രവർത്തനത്തിലൂടെ സ്വയം തിരിച്ചറിയുകയും രണ്ടെന്ന് ലോകം കരുതുന്നവർ ഒന്നാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വേദിയാണ് വിവാഹത്തിൻ്റെത് അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ പറയുമല്ലോ, ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, എന്നിട്ട് മനുഷ്യൻ എന്ന് വിളിച്ചു. മനുഷ്യത്വം പൂർണ്ണമാകുന്നത് ബന്ധത്തിലാണ്. അല്ലെങ്കിൽ ഈ അനുഭവതലത്തിലേക്ക് ഉയരാൻ കഴിയില്ല. മനുഷ്യൻ അവന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടും അപരത്വത്തെ കുറവുകളോടെ സ്വീകരിച്ചുകൊണ്ടുമാണ്. അതിന് തടസ്സമുണ്ടാകുമ്പോൾ ജീവിതം വഴിമുട്ടുന്നതായി നമ്മുടെ യുവത്വം അനുഭവിക്കും. നിരവധി പേരാണ് ഇത്തരം കാര്യങ്ങളുമായി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്. മാതാപിതാക്കളും പറയാറുണ്ട്, യുവതി യുവാക്കളും പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു പ്രധാന ഘടകമായ കാര്യത്തെക്കുറിച്ചാണ്, ഒരു മനോഘടനയെക്കുറിച്ചാണ്. വിവാഹത്തിന് തടസ്സമാകുന്ന ഒരു കാര്യം മനോഘടനയുമായി ബന്ധപ്പെട്ടാണ്. പങ്കാളിയെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ പങ്കാളിയെ ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഗൗരവമായി ചിന്തിക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക വശം, തൊഴിലില്ലായ്മയുടെ വശം, സാമൂഹ്യ പശ്ചാത്തലം അവയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടും ഇവയൊക്കെ പൈശാചിക പ്രവൃത്തി കൊണ്ടാണ് എന്നതും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉറവയെടുക്കുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാണ്.
മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലൂടെ അനുഭവപ്പെടുത്തുന്ന ബന്ധമാണ് സ്നേഹത്തിന്റെ പങ്കുവെപ്പിന് പ്രധാനമായ ഒരു അറിവായി ഒരു കുഞ്ഞിലേക്ക് കടന്നു വരുന്നു. ആ കുഞ്ഞ് ജീവിതത്തെ എങ്ങനെ വീക്ഷിക്കണമെന്നത് കണ്ടുപഠിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അപ്രകാരം ജീവിതത്തിന്റെ പരിമിതികൾക്കകത്ത് പെട്ടുപോകുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതിനെക്കുറിച്ച് അറിയാതെ പോകും. ഒരു ബന്ധത്തിനകത്ത് എങ്ങനെയാണ് സ്വയം നൽകുന്നതെന്നും അവരെന്നെ പരിഗണിക്കുന്നതെന്നും സ്വീകരിക്കുന്നതെന്നും അറിയാതെ പോകും. വ്യക്തിത്വം കൂടുതൽ സ്പഷ്ടമായി തെളിയുന്ന ഒരു കാലമാണ് ആധുനിക കാലം. വ്യക്തി കേന്ദ്രീകൃത ജീവിതം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരാൾ അയാളായി തന്നെ നിലനിൽക്കാൻ അതീവമായി ജാഗ്രത പുലർത്തുന്ന ഒരു കാലമാണ്. അവിടെയാണ് മറ്റൊരാളെ തന്റെ പങ്കാളിയായി കണ്ടെത്തുന്നതിനും സ്വീകരിക്കുന്നതിനും തടസ്സമുണ്ടാകുന്ന ഒരു മനോതലം ഉയരുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള മഹാഭൂരിപക്ഷത്തിനും തടസ്സമായി മാറുന്നത് തൊഴിലാണ്. പുരുഷന്റെ തൊഴിൽ സ്ഥിരതയുള്ളതാകണമെന്നും താൽക്കാലിക ജീവനമൊന്നും പറ്റിയ കാര്യമല്ലെന്നും കൂലിവേല എന്നത് ഒരു നികൃഷ്ടമായ കാര്യമാണെന്നും ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു വിവാഹാലോചനയിൽ ആ കമ്പോളത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് എന്താണ് തൊഴിൽ എന്നതാണ്. അത് ജീവിതം വെച്ച് നീട്ടുന്ന അരിക്ഷിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ എല്ലാം ജാതി matrimony.com ആണ്. തന്റെ പങ്കാളിയെ കണ്ടെത്തുക എന്നതിന്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കല്ല പോകുന്നത്. അവിടെ മുഴുവൻ ഈ ജാതി കോയ്മകൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യ പരിതസ്ഥിതികളാകെ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പങ്കാളിയെ കണ്ടെത്താൻ ഇടയാകുന്ന ഒരു മനോഘടന രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും തടസ്സമുണ്ടാകുന്നതെന്നും ഭൗതികമായ ചുറ്റുപാടുകളൊക്കെ ശരിയാകുമ്പോൾ പോലും, ജോലിയും സ്ഥിതിയും ഒക്കെ മെച്ചപ്പെട്ടതാകുമ്പോൾ പോലും വിവാഹമെന്ന ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്ന തരത്തിൽ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നം വ്യക്തിതലത്തിലുണ്ടോ എന്ന പരിശോധനയാണ് നമ്മൾ ഇന്ന് നടത്തുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവഗണിച്ചുകൊണ്ടല്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഭൗതിക സാഹചര്യങ്ങളൊക്കെ ശരിയാണ്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ പറയുന്നത് ഇതൊരു പൈശാചിക ബന്ധനമാണ്, പിശാച് തടസ്സപ്പെടുത്തുന്നതാണെന്നാണ്. ഇങ്ങനെ പിശാചിനെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു പോകാവുന്ന ഒരു കാര്യമല്ല. വ്യക്തിപരമായ ഒരു പരിശോധന നമുക്കുണ്ടാവും. നമ്മൾ ഓക്കെ ആണെന്നുള്ളത് ഭൗതിക ചുറ്റുപാടുകൾ നൽകേണ്ട ഒരു കാര്യമല്ല, വ്യക്തിതലത്തിലുണ്ടാകേണ്ട കാര്യമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മാതാവിലും പിതാവിലും നിന്നാണ് നമ്മൾ വരുന്നത്. ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാനിടയാവുന്ന ജീവിത ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ, ദാമ്പത്യ ബന്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ മനോനിലയിലുള്ള അസ്വസ്ഥതകളെല്ലാം ആ ജനിക്കുന്ന കുഞ്ഞിലേക്ക് പ്രവേശിക്കും. അതൊരു പാരമ്പര്യമെന്ന നിലയ്ക്കല്ല, മനോഘടനയുടെ പ്രവേശനമാണ്. കുഞ്ഞ് ജനിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ വേരുപാകപ്പെടുന്ന നിമിഷം മുതൽ, അതല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേരുന്ന സമയം മുതൽ അവരുടെ മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും അവരുടെ സ്നേഹത്തിന്റെ പങ്കുവെപ്പിനകത്ത് പ്രവർത്തിക്കും. ഒരു 100% സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാനാണ് വിളിക്കപ്പെടുന്നത്. ദൈവം പറഞ്ഞത് അവർ ഏക ശരീരമായിത്തീരും, ഏകാത്മാവായിത്തീരും എന്നാണ്. അങ്ങനെ ഒന്നിച്ചായിത്തീരേണ്ട ആ ബന്ധത്തിനകത്ത് ആ ലയനത്തിന് തടസ്സമാകുന്ന മനസ്സിന്റെ അസ്വസ്ഥതകൾ അവർ പേറുന്നുണ്ടായിരിക്കും. വിവാഹമെന്ന സങ്കല്പത്തിനകത്ത് അവർ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സങ്കല്പിക്കുന്നുണ്ട്. ആ സങ്കല്പത്തോട് യോജിക്കാത്തവരായി അവർ മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം പലവിധ കാരണങ്ങളാൽ പ്രകടമാക്കാൻ കഴിയാത്ത വിധം തടസ്സപ്പെട്ടു പോകുന്നുവെങ്കിൽ, നിശ്ചയമായും അവരുടെ ബന്ധത്തിനകത്ത്
ആ സ്നേഹത്തിന്റെ അപര്യാപ്തത ഉണ്ടാവും. സ്ത്രീ പുരുഷ ബന്ധം എന്നത് കേവലമായി വംശം നിലനിർത്താനുള്ള ഒരു കാര്യമായിട്ടല്ല കാണേണ്ടത്. അത് സ്നേഹത്തിന്റെ പങ്കുവെപ്പിലൂടെ അവർ സാക്ഷാത്കരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണണം. പരസ്പരം ബന്ധത്തിലൂടെയാണ് ഒരാൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുക. ഞാനൊരു ശാസ്ത്രീയമായ ഉദാഹരണം ഞാൻ പറയാം. ഒരു മൂലകം ന്യൂട്രൽ ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പുറത്തെ ആറ്റത്തിന്റെ പുറത്തെ ഇലക്ട്രോഡിലുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടാണ്. ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും ആ ബന്ധം ന്യൂട്രൽ ആകണം, അല്ലെങ്കിൽ അത് ഒരു പൂർണ്ണതയിലെത്തണം. അങ്ങനെ പൂർണ്ണതയിലെത്തേണ്ട ഒരു വിട്ടുകൊടുക്കലിന്റെയും ഒരു സ്വീകരണത്തിന്റെയും തലം മനുഷ്യരിലും. എല്ലാ ബന്ധങ്ങളിലും നമുക്കത് കാണാം, ഒരു വിട്ടുകൊടുക്കലും സ്വീകരിക്കലും. ഈ വിട്ടുകൊടുക്കലും സ്വീകരിക്കലും എപ്പോഴാണ് ഏറ്റവും പ്രധാനമായി നടക്കുക? ഒരു ഉൾപ്രേരകം ഉണ്ടാകുമ്പോഴാണ്, ഒരു പ്രേരണ ഉണ്ടാകുമ്പോഴാണ്. ചുറ്റുപാടുകൾ അനുകൂലമല്ലാതായി വരുമ്പോൾ, തങ്ങളുടെ സങ്കല്പങ്ങളും ജീവിതാനുഭവങ്ങളും പരിമിതമായി പോകുമ്പോൾ ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതിൽ പ്രശ്നമുണ്ടാവും. വലിയ ആഗ്രഹത്തോടെയും ദാഹത്തോടെയാണ് ഈ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത്. പക്ഷെ ആ ബന്ധം കേവലമായി ശാരീരികതയിലൊക്കെ മാത്രമായി പോകും. ഹൃദയപരമായി ഐക്യമുള്ളവരായി മാറാൻ, അല്ലെങ്കിൽ ഞാൻ എന്നെ എങ്ങനെ കൊടുക്കുന്നുവെന്നും എങ്ങനെ മറ്റേയാൾക്ക് എന്നെ തന്നെ പൂർണ്ണമായി കൊടുക്കാമെന്നും പരസ്പരം അറിയാതെ പോകുന്നതിൻ്റെയും അനുഭവമില്ലാതെ പോകുന്നതിൻ്റെയും പരിമിതികൾ അവർക്കുണ്ടാവും. അതായത് സ്നേഹം പങ്കുവെക്കുന്നതിൽ കുറവുണ്ടാകും എന്നർത്ഥം. അങ്ങനെ സ്നേഹം പങ്കുവെക്കുന്നതിൽ കുറവുണ്ടാകുമ്പോൾ ഈ ബന്ധത്തെ ഹൃദയം കൊണ്ട് പൂർണ്ണതയോടെ സ്വീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകും. അങ്ങനെ കഴിയാതെ പോകുമ്പോൾ ആ ദിവസങ്ങളിൽ ദാമ്പത്യധർമ്മത്തിലൂടെ അവർ സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ ഒരു കുഞ്ഞിന് രൂപം നൽകുന്ന ഘട്ടത്തിൽ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന, അബോധ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹരാഹിത്യത്തിൻ്റെതായി മാറും. ഈ ബന്ധത്തോടുള്ള വിയോജിപ്പിൻ്റെതായിട്ട് മാറും. തങ്ങളുടെ പ്രതീക്ഷകൾ അവരിൽ കാണുന്ന മനുഷ്യർക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ പ്രതീക്ഷകളൊക്കെ നിഷ്ഫലമായി. തങ്ങളുടെ പ്രതീക്ഷകൾ അനുസരിച്ചൊരാളാണ് വരുന്നത് എന്ന ധാരണയാണ് അവർക്കുള്ളത്. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇത് അങ്ങനെയല്ല എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും. എല്ലാ സ്ത്രീയും പുരുഷനും തങ്ങളുടെ പങ്കാളിയെക്കുറിച്ചൊരു സങ്കല്പം ഹൃദയത്തിനകത്ത് കരുതി വെക്കും. അവരറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, മനസ്സിനകത്ത് അത് രൂപപ്പെടും. എങ്ങനെയാവണം പുരുഷൻ, എങ്ങനെയാവണം സ്ത്രീ. സാമാന്യഗതിയിൽ ഒരു പെൺകുട്ടി തന്റെ പുരുഷനെക്കുറിച്ചുള്ള സങ്കല്പം രൂപപ്പെടുത്തുന്നത് തന്റെ പിതാവിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായി പിതാവിനെയാണ്. ആ പിതാവിന്റെ വൈകല്യങ്ങളും കുറവുകളും പോരായ്മകളും, ഒരുപക്ഷെ അദ്ദേഹം മദ്യപിക്കുന്നയാളോ സ്നേഹിക്കാൻ കഴിയാത്തയാളോ കോപിഷ്ഠനോ ഒക്കെ ആയി മാറുമ്പോൾ ഈ പെൺകുട്ടി ഹൃദയത്തിൽ അതിന് വിപരീതമായ ഒരാളെ സങ്കല്പിക്കാൻ പോകും. ഇങ്ങനെ ആയിക്കൂടാ എന്നതാണ് പ്രധാനമായും ഹൃദയത്തിൽ എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അവൾ ഈ പറഞ്ഞ പിതാവിന്റെ ഇത്തരം ഭാവങ്ങളെ തള്ളുന്നത് മൂലം പിതാവിന് ഹൃദയം കൊണ്ട് നിഷേധിക്കുന്ന ഒരാളായിട്ട് മാറും. അപ്പൊ ഇതിന് വിപരീതമായ ഒരാളെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തിനെയാണോ തള്ളിയത്, ആ തള്ളിയതായിരിക്കും പ്രധാനമായും അവളുടെ മനസ്സിനകത്ത് പ്രബലമായി രൂപപ്പെട്ടിട്ടുള്ള ഭാവം. നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നതാണ് മനസ്സിനകത്ത് ബാധിക്കുക എന്ന് കരുതരുത്. ഇഷ്ടപ്പെടാത്തവ കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്തും. എവരി നെഗറ്റീവ്സ് അട്രാക്ട്സ് നെഗറ്റീവ്സ്. അപ്പൊ ഇങ്ങനെ തള്ളിക്കളഞ്ഞ ഭാഗമായിരിക്കും പുരുഷനായിട്ട് വരിക. ഇതേപോലെ ഒരു അമ്മയെയാണ് ഒരു പുരുഷൻ തന്റെ പങ്കാളിയുടെ ഏറ്റവും മൂർത്തമായ രൂപമായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്പൊ ഈ അമ്മയിൽ കാണുന്ന കുറവുകൾ, പരിമിതികൾ, പോരായ്മകളൊക്കെ, അമ്മയുടെ പെരുമാറ്റത്തിലുള്ള എല്ലാ കുറവുകളും ഇല്ലാത്തൊരാളെ, അങ്ങനെയൊന്നും അല്ലാത്തൊരാളെ കിട്ടണമേ, അല്ലെങ്കിൽ അങ്ങനത്തെ ആളെയായിരിക്കും പുരുഷന്റെ സങ്കല്പം. അപ്പൊ ഈ സങ്കല്പങ്ങൾ ഒടിഞ്ഞു പോകുന്ന രണ്ട് വ്യക്തികളാണ് വരിക. പുറമേ നിന്ന് അങ്ങനെയൊന്നുമല്ല, പക്ഷെ അടുത്ത് വരുമ്പോൾ ഈ കുറവുകളെല്ലാം ഈ അപരനെ കാണാൻ പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അയാളുടെ കുറവുകൾ കാണാൻ തുടങ്ങും. അടുത്തടുത്ത് വരുന്തോറും വെളിപ്പെടുക കുറവുകളായിരിക്കും.
അങ്ങനെ കുറവുകളുടെ അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന ഒരു ദാമ്പത്യ ധർമ്മത്തിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനകത്ത് ഇത്തരത്തിൽ സ്നേഹരാഹിത്യത്തിന്റെ, സ്നേഹാനുഭവത്തിന്റെ പരിമിതികളുടെ ഒരു ബലം മനസ്സിൽ രൂപപ്പെടും. ഇത് ആ കുഞ്ഞറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല. ദാമ്പത്യ ധർമ്മത്തിൽ കുഞ്ഞ് ജനിക്കുന്നു. പരിപൂർണമായ സ്നേഹത്തിലല്ല, ഇഷ്ടത്തിലല്ല, താല്പര്യത്തിലല്ല. ജീവിത ചുറ്റുപാടുകളൊക്കെ സ്നേഹം വറ്റിച്ചു കളയുന്നതായി മാറിപ്പോകുന്നതിന്റെ അരിഷിതാവസ്ഥയുണ്ട്. അങ്ങനെ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിനകത്ത് സ്വാഭാവികമായും ഈ ബന്ധം മോശം, അല്ലെങ്കിൽ ഈ ബന്ധം ഗുണകരമല്ല എന്നൊരു കാര്യം എഴുതി വെക്കപ്പെടാനിടയുണ്ട്. ഇനി 3 വയസ്സ് വരെയുള്ള കാലത്ത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് അപ്പന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാത്തരം കുറവുകളും സ്നേഹം ലഭിക്കാത്ത അവസ്ഥയും ഈ കുഞ്ഞിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അമ്മ നൊമ്പരപ്പെടുന്നു, കുട്ടിക്ക് അത് എങ്ങനെയാണെന്ന് വിവേചിക്കാൻ അറിയില്ല, കുട്ടി അത് ഹൃദയത്തിൽ സ്വീകരിക്കും. അതേപോലെ തന്നെ അമ്മയിൽ നിന്നുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ, നിരാശ, ദുഃഖം, വിയോജിപ്പുകൾ, അസ്വസ്ഥതകൾ, അതെല്ലാം ഈ കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് 3 വയസ്സുള്ള അനുഭവത്തിൽ മാതാപിതാക്കളോട് ലഭിക്കുന്ന, കുഞ്ഞിന് മനസ്സില്ലാത്ത, കുഞ്ഞിന്റെ സ്വന്തം മനസ്സിൽ രൂപപ്പെടാത്ത സമയത്ത് അനുഭവിക്കുന്നതെല്ലാം അബോധ മനസ്സിലുണ്ട്. ഇനിയും ഒരു കൗമാരം വരെ എത്തുന്ന ജീവിതകാലത്ത് അവർ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ മാതാവിന്റെയും പിതാവിന്റെയും പ്രവൃത്തികളൊക്കെ ആ കുട്ടിയിൽ അസ്വസ്ഥതകൾ ജനിപ്പിക്കും. ആ ജനിപ്പിക്കുന്ന അസ്വസ്ഥതയ്ക്കനുസരിച്ച് പെൺകുട്ടിയിൽ ഒരു പിതൃനിഷേധവും ആൺകുട്ടിയിൽ ഒരു മാതൃനിഷേധവും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ കുറവുകൾക്ക് പകരമായ ഒരാളെയാണ് ഈ കുട്ടി എപ്പോഴും സങ്കല്പത്തിൽ കൊണ്ടു നടക്കുക. അതേസമയം തന്നെ അവരുടെ ദാമ്പത്യത്തിൽ അവർക്കുണ്ടാകുന്ന എല്ലാ ഇടർച്ചകളും അസ്വസ്ഥതകളും കണ്ടുപഠിക്കുന്നയാളാണ് കുട്ടി. മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ കുട്ടികളെ ബാധിക്കുന്നത് കേവലം ഒരു വഴക്കിടുമ്പോൾ മാത്രമല്ല, അവരുടെ സ്നേഹത്തിന്റെ പങ്കുവയ്പ് ഇല്ലായ്മ, കരുതലില്ലായ്മ, പരസ്പര ബഹുമാനമില്ലായ്മ, അവയൊക്കെ ഈ കുട്ടികളെ വിവാഹമെന്ന ബന്ധത്തോട് വിയോജിപ്പുള്ളവരാക്കി മാറ്റും. ഇത്തരത്തിൽ ഹൃദയത്തിനകത്ത് രൂപപ്പെട്ട ഒരു നിഷേധഭാവം അവർക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർ ഒരു പങ്കാളിയെ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ നിഷേധഭാവങ്ങൾ അവരെ തടസ്സപ്പെടുത്തും, അവരെ സംശയാലുക്കളാക്കും, ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് അസ്വസ്ഥതയുണ്ടാകും. അത്തരത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശേഷിയില്ലാത്തവരോ അല്ലെങ്കിൽ ഒരു പങ്കാളിത്തമുള്ള ജീവിതം നയിക്കാൻ ശേഷിയില്ലാത്തവരോ ആക്കി അവരെ മാറ്റും. ദാമ്പത്യം എന്നത് അല്ലെങ്കിൽ ബന്ധം എന്നത് ഒരു സ്വയംദാന ശേഷിയാണ്. അതാണ് പ്രണയം. സ്വയംദാന ശേഷിയാണ്, അവനവന് വിട്ടുകൊടുക്കാനുള്ള ശേഷിയാണ്. പക്ഷെ നേടുക എന്നതാണ് പ്രധാനമെന്ന നിലയിലേക്ക് ഹൃദയം വരും. പ്രത്യേകിച്ചും സ്വാർത്ഥം വർദ്ധിക്കുന്നു, ലോകം മുഴുവൻ സ്വാർത്ഥത്തിൽ അധിഷ്ഠിതമാകുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും എന്ന വ്യാപാര ബന്ധമായിട്ട് സ്നേഹം മാറുന്ന ഒരു കാലത്ത് ഇപ്രകാരം നമ്മുടെ ഹൃദയം അടഞ്ഞതായി പോകുന്നു. ഈ അടഞ്ഞതായി പോകുന്ന ഹൃദയത്തിന് ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അപരനെ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ജീവിത നിഷേധം നമ്മൾ അറിയാതെ ഉപബോധത്തിൽ രൂപപ്പെടുന്നു. ആ ഉപബോധമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നതെങ്കിൽ നമുക്ക് പങ്കാളിയെ കണ്ടെത്താൻ കഴിയില്ല. ദൈവം എല്ലാവർക്കും വേണ്ട ഇടയെ നൽകിയിട്ടുണ്ട്, പങ്കാളികൾ ലോകത്തുണ്ട്. പക്ഷെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പരിമിതികൾ അവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് എന്താണോ ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് അത് തിരുരക്തം കൊണ്ട് കഴുകി നമുക്ക് മാറ്റാൻ കഴിയണം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. ഫെബ്രുവരി 13:8 പറയും, യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയാണ്. അതുകൊണ്ട് യേശുവിന് ഇന്ന് നമ്മുടെ ഭൂതകാലത്തെ കഴുകാൻ കഴിയും. അമ്മയുടെ ഉദരത്തിൽ വേരുഭാഗപ്പെട്ട നിമിഷം മുതൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ദാമ്പത്യ ധർമ്മത്തിൽ ഏർപ്പെടുന്ന ആ നാളുകൾ മുതൽ ഇന്നു വരെയുള്ള പഴമയിലുണ്ടായ എല്ലാ വേദനാജനകമായ, നിരാശാജനകമായ, സ്നേഹം നിഷേധിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളുടെ മുറിവുകൾ ഉണക്കാൻ പറ്റും. അവിടെ മോചനം നൽകാൻ പറ്റും. അപ്പൊ ദാമ്പത്യത്തെ സംബന്ധിച്ചുള്ള വിയോജിപ്പുകൾക്ക് കാരണമായി സ്നേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ അബോധ മനസ്സിലുണ്ടെങ്കിൽ, ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകി മാറ്റാൻ യേശുവിന് കഴിയും. എഫേസ്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ ശ്ലീഹ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കും. അവിടുത്തെ സ്നേഹത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം യേശുക്രിസ്തുവിൽ വേരുപാകി അടിയുറയ്ക്കാൻ കഴിയണം. ഉപബോധത്തിലും അബോധത്തിലുമുള്ള ഇത്തരം എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടോ എന്ന്
പരിശോധിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് കഴിയുന്നത് ഉപബോധ മനസ്സിനെ കഴുകണമേ. സ്നേഹം കൊടുക്കാൻ കഴിയുന്ന ശേഷിക്ക് തടസ്സമായി എന്നിലുള്ള അശുദ്ധിയെ നീക്കണമേ. ബന്ധങ്ങളിൽ പുരോഗമിക്കാൻ കഴിയാത്തതായി എന്നിലുള്ള എല്ലാ സ്നേഹത്തിന്റെ പരിമിതികളെയും, സ്നേഹം ലഭിച്ചതിലുണ്ടായ കുറവുകളെയും, എന്റെ മനസ്സിൽ രൂപപ്പെട്ട എല്ലാ ബോധ്യങ്ങളെയും തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മേഖലയിൽ ഒരു പൂർണ്ണമായ വിടുതൽ അനുഭവം ഉണ്ടാവും. രണ്ടാമത്തെ മേഖല നമ്മൾ ഈ കൗമാരവുമായി ബന്ധപ്പെട്ട കാലത്താണ്. അന്ന് ഈ പിതാവിൽ കാണുന്ന കുറവ് പെൺകുട്ടിയെ അസ്വസ്ഥപ്പെടുത്തും, മാതാവിൽ കാണുന്ന കുറവ് ആൺകുട്ടിയെ അസ്വസ്ഥപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന ബന്ധത്തോട്, അല്ലെങ്കിൽ ഒരു ബന്ധം ഭയജനകമായ കാര്യമായിട്ട് മാറും. ബന്ധം എന്ന് പറയുന്നത് അപകടകാരിയാണെന്ന് തോന്നും. ചിലപ്പോഴൊക്കെ സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, കൂട്ടുകൂടുന്നത് സൂക്ഷിച്ചു വേണം. ഈ സൂക്ഷിച്ചു വേണം എന്ന് പറയുന്നത് എന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ തന്നെ കൊടുക്കുന്നതാണ് സ്നേഹമെന്നും ഒരിക്കലും നേടുന്നതല്ല സ്നേഹമെന്നും ഒരു തിരിച്ചറിവ് ഹൃദയത്തിലുണ്ടാകണം. വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിനും ഒരു മാറ്റം ഉണ്ടാകണം. വിവാഹം എനിക്ക് സുരക്ഷിതമാകാനുള്ള ഒരു സ്ഥലമല്ല, എന്നെ കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് എന്നെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് വിവാഹം. അതുകൊണ്ട് പങ്കാളിക്ക് ഉള്ള കുറവുകളിലേക്ക് എന്നെ തന്നെ കൊടുക്കാനും പങ്കാളിയുടെ കുറവുകൾ സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യം പൂർണ്ണമാകുകയെന്നും അതാണ് പ്രണയമെന്നും തിരിച്ചറിയാൻ പറ്റണം. ഇന്ന് പ്രണയമായി കരുതുന്നത് എന്നോടൊരാൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമായി. ഇഷ്ടങ്ങളൊക്കെ എപ്പോഴും വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. സ്നേഹം അങ്ങനെ ഇഷ്ടത്തിൽ അധിഷ്ഠിതമായ കാര്യമല്ല. അത് അപരത്വത്തിലേക്ക് എനിക്ക് കടന്നു നിൽക്കാനുള്ള ഒരു ശേഷിയാണ്. മറ്റൊരാളെ എനിക്ക് സ്വീകരിക്കാനുള്ള ശേഷിയാണ്. അങ്ങനെ ആ ശേഷിയെ എനിക്ക് വിനിയോഗിക്കാൻ, സ്വതന്ത്രമായി വിനിയോഗിക്കാൻ തടസ്സമായിട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ, സ്നേഹത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയ ജീവിതങ്ങൾ, എൻ്റെ കുടുംബജീവിതത്തിനകത്ത് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള നിഷേധാത്മകമായ കാര്യങ്ങൾ കഴുകപ്പെടണം. അങ്ങനെ ഒരു കഴുകൽ ഉണ്ടായാൽ നിശ്ചയമായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സങ്കല്പത്തിലായി ഭർത്താവിനെയോ ഭാര്യയോ ഒതുക്കാതെ സങ്കല്പത്തിന് അതീതമായി ദൈവത്തിന്റെ പ്രതിരൂപമായി കാണാൻ പറ്റും. ക്രിസ്തുവിൽ ഒരാളെ സ്വീകരിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരാളുടെ കുറവുകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ക്രിസ്തുവിലല്ല സ്വീകരിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയാണ് സ്വീകരിക്കുന്നത്, അയാളുടെ കുറവ് അയാളിൽ തന്നെയുണ്ട്, ആ കുറവുകളുമായി നമ്മൾ ഏറ്റുമുട്ടും. കൂദാശയ്ക്ക് പുറത്തുള്ള വിവാഹവും കൂദാശയ്ക്ക് അകത്തുള്ള ജീവിതവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ കുറവുകളെ അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയരാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ അകത്ത് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. പ്രണയം എന്നത് എന്നെ കൊടുക്കുന്ന ശേഷിയാണ്, സ്വയംദാന ശേഷിയാണ്, തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ സ്വാർത്ഥമാണ് എന്ന കാര്യം അറിയണം. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചൊരു സങ്കല്പത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മുടെ ഉത്ഭവകാലം മുതൽ, അതായത് അമ്മയുടെ ഉദരത്തിൽ വേരുപാകപ്പെട്ട നിമിഷം മുതലുള്ള കാര്യങ്ങളിൽ സ്നേഹവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാമ്പത്യത്തോട് ബന്ധങ്ങളോട് വിയോജിപ്പും ഭയവും ഉണ്ടാക്കുന്ന ഒരു മനോനില രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ഒരാളാണ് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രാർത്ഥനകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത നിങ്ങളുടെ വ്യക്തിത്വത്തിനകത്ത് നിങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയും. എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കകത്ത് ഉണ്ടാക്കുന്ന ജീവിത വീക്ഷണത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും ഉണ്ടാകുന്ന ധാരണകളിൽ ഉണ്ടാകുന്ന മാറ്റം, ജീവിത സങ്കല്പത്തെക്കുറിച്ചുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുഭവപ്പെടാത്തതിനേക്കാൾ എളുപ്പമാണ്, ശരീരത്തിലുണ്ടാകുന്ന അനുഭവത്തെക്കാളും എളുപ്പമാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന മാറ്റം. ഹൃദയം തുറവിയുള്ളതാകും, നിങ്ങളുടെ മുഖം പ്രകാശമാനമാകും, നിങ്ങളുടെ നിരാശകൾ വിട്ടുപോകും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. കാരണം നിങ്ങളിൽ സ്നേഹമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തിരിച്ചറിയും. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. ഏത് ഭൗതിക സാഹചര്യങ്ങളെയും നേരിടാൻ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കതിനുള്ള ശേഷിയുണ്ട്. തിന്മയെ ജയിക്കാനുള്ള ശേഷി നിങ്ങളിലുണ്ട്. യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനത്തിൽ അത് പറയും, കുഞ്ഞുമക്കളെ, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോക സാമാന്യതയെ ജയിച്ച് ബന്ധങ്ങളിൽ പുരോഗമിച്ച് സ്വയം സാക്ഷാത്കരിക്കാനുള്ള ഈ ജീവിത സാഹചര്യത്തെ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു പരിവർത്തനമുള്ളവരായിട്ട് മാറണം. സ്നേഹം ഒഴുകാത്ത ഒരാളെയും വേറൊരാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് പണവും ലോകവും ഒക്കെ തടസ്സമായിട്ട് വരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകുന്നുണ്ടെങ്കിൽ,
നിർവ്യാജമായി നിഷ്കളങ്കമായി അപരത്വത്തിലേക്ക് കടന്നു നിൽക്കാൻ നിങ്ങൾ ശേഷി പ്രാപിക്കുമ്പോൾ നിങ്ങളെ തടുക്കാൻ ലോകത്തിന് സാധ്യമല്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള പങ്കാളി നിങ്ങളുടെ മുമ്പിലെത്തും. ആ പങ്കാളിയെ നിങ്ങൾ ക്രിസ്തുവിൽ സ്വീകരിക്കാൻ കഴിയും. ജീവിതം സുഖകരമായൊരു കാര്യമല്ല, ദാമ്പത്യവും സുഖകരമായൊരു കാര്യമല്ല. അത് സിനിമ കാണുന്ന പോലെയല്ല. വൈജാത്യങ്ങളുള്ള നിരവധിയായ ജീവിത സാഹചര്യങ്ങളിൽ പരസ്പരം അംഗീകരിച്ചും അപരനെ നിലനിർത്തിക്കൊണ്ടു പോകാനും ശേഷിയുണ്ടാവും. അപരന്റെ കുറവുകൾ അംഗീകരിക്കാനും അപരനായി അപരനെ നിലനിൽക്കാനുള്ള അവസരത്തെ വിട്ടുകൊടുക്കാൻ വേണം. അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് പ്രണയം തന്നെ മധുരതരമായിട്ട് മാറുക, അല്ലെങ്കിൽ പ്രണയവും കൈപ്പുള്ളതായിട്ട് മാറും. അതുകൊണ്ട് ഒരടിമയെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരാളെ അപ്പുറത്ത് കാണുന്നതിന് പകരം നമുക്ക് അപരത്വത്തിലേക്ക് കടന്നു നിൽക്കാൻ കഴിയുമെന്നും അപരത്വത്തിലേക്ക് സ്നേഹം പ്രവഹിപ്പിക്കാൻ നമുക്ക് ശേഷിയുണ്ടെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും നിങ്ങൾ നിങ്ങളിൽ തന്നെ സ്റ്റേബിൾ ആകും. നിങ്ങൾക്ക് വിവാഹം എന്നതിലുള്ള ഒരു തടസ്സം ഇവിടെ നീങ്ങിക്കിട്ടും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട കാലം മുതൽ സ്നേഹത്തിലുണ്ടായ കുറവിന് എന്താണ് കാരണമൊക്കെ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ കാരണമായിട്ടുള്ളവയൊക്കെ നീക്കണമേ എന്നും പകരം പരിശുദ്ധാത്മ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ എന്നും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ സ്നേഹം കൊടുക്കാനുള്ളതാണ് ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ്. ആ സ്നേഹം നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ ഉറയ്ക്കുമ്പോൾ ഈ ഭൗതികമായ കുറവുകളും പോരായ്മകളും നിങ്ങളെ ഭരിക്കാതെയാവും. ഒന്ന്. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സങ്കല്പം വെച്ച് പുലർത്തുന്നുണ്ട്. അത് എൻ്റെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ഒരാളെ ഞാൻ തേടുക. അപ്പൊ ഈ ഭാവനയെ മാറ്റിവെച്ചിട്ട് കർത്താവെ, എൻ്റെ പങ്കാളിയെ കണ്ടെത്താൻ നിന്റെ ഹൃദയം എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാകാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടും. ജീവിത വഴിയിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടാതെ പോകില്ല. ഏതെങ്കിലും തരത്തിലുള്ള സെൽഫ് മോട്ടീവുകൾ വെക്കരുത്. ജോലിയോ സമ്പത്തോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ ഒരു കാര്യമായിട്ട് ഉള്ളി വെക്കരുത്. അയാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ശഠിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെയാണ് തേടുന്നത്. അത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ പങ്കാളിയെ കാട്ടിത്തരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പങ്കാളിയെ സ്നേഹിക്കാൻ ഹൃദയത്തിൽ നിറയെ സ്നേഹവുമായി നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ വിവാഹ തടസ്സത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ നിങ്ങൾ വിജയം വരിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ജീവിതം പങ്കുവയ്ക്കാനുള്ളതാണ്, അത് കൊടുത്തു തീർക്കേണ്ടതാണ്. അവനവനെ കൊടുത്തു തീർക്കുമ്പോഴാണ് അപരത്വത്തിൽ അവനവനെ കൊടുത്ത് അപരത്വം പരിപൂർണത പ്രാപിക്കുകയും അവനവൻ പരിപൂർണതയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ അപരത്വത്തെ സ്വീകരിക്കാൻ, കുറവുകളെയും പോരായ്മകളെയും സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയും നമുക്കുണ്ടാകണം. അതല്ലാതെ ഞാൻ പുരുഷനാണ്, നീ അടിമയാണ് എന്ന ഭാവത്തോടെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഹൃദയത്തിൽ കാണരുത്. അതേപോലെ തന്നെ ഇപ്രകാരം ഒരു യജമാന ദാസ്യ ബന്ധമല്ല ദാമ്പത്യം എന്ന ബോധം പെൺകുട്ടികൾക്ക് ഉണ്ടാകണം. സ്വതന്ത്രരായി ജീവിക്കണം, വ്യക്തികളായി ജീവിക്കണം. വ്യക്തിയാണെങ്കിൽ മാത്രമേ അപരത്വത്തെ തിരിച്ചറിയാൻ കഴിയൂ. അവനവന്റെ വ്യക്തിത്വം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമുക്ക്, അത്രത്തോളം അവരന്റെ വ്യക്തിത്വവും പ്രധാനപ്പെട്ടതാണ്. വ്യക്തിയായി നിലനിൽക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യണം. എന്നിട്ട് ആ വ്യക്തിതലങ്ങളിൽ നിന്ന് സ്നേഹത്തിന് നീർധാരകൾ ഒഴുകട്ടെ. ആ നീർധാരകൾ പ്രണയമായി പുരോഗമിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ സ്നേഹസമൃദ്ധമാകട്ടെ. ജീവിതത്തിലെ പ്രതികൂലതകളെ നേരിടാൻ എപ്പോഴും ഒന്നിച്ചായിരിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് തടസ്സങ്ങളിൽ പെട്ടവർ, ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇത്തരത്തിലൊന്ന് പ്രാർത്ഥിക്കുക. അത്ഭുത പ്രാർത്ഥന എന്നല്ല, നിങ്ങൾക്ക് അനുഭവമാകുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രാർത്ഥന വഴിയിലൂടെ പോകാം. നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് നൽകണമേ ദൈവമെന്ന് പ്രാർത്ഥിക്കുക. ജീവിതം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ജോലിയും ജീവിത ചുറ്റുപാടുകളും ഭൗതിക സാഹചര്യങ്ങളും പ്രതികൂലതകൾ തീർക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ എപ്പോഴും നിഷേധികളായും കുറവുള്ളവരായും പോരായ്മയുള്ളവരായും ഒക്കെ കാണുന്ന മുതിർന്നവരെ കുറിച്ച് പരാതി വേണ്ട. ഇതൊരു പൊതു സ്വഭാവമാണ്. മനുഷ്യനുള്ള കാലം മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെറുപ്പക്കാരോട് മറ്റുള്ളവർ പെരുമാറുക. അത് നിങ്ങളുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തണം നിങ്ങൾ സ്വീകരിച്ച ശരികളെ. വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധാത്മാവും സഭയുടെ കൂട്ടായ്മയും കൗതാശികമായ ബലവും നിങ്ങളെ ഈ വഴിയിൽ തുണയ്ക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.